ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് ക്രീപ്പ് ഉണ്ടാക്കുന്ന കേട്ടോ. ഇതിപ്പോൾ ക്രിസ്മസിന് 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയി, പക്ഷേ എനിക്ക് അന്നൊന്നും ഇടാൻ പറ്റിയില്ല. വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ല. കരോളിൻ്റെ റൗണ്ട്സിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനിതിൻ്റെ തുടക്കം ഇട്ടായിരുന്നു, ബേസ് ബോർഡ് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ രാവിലെ ആയപ്പം അവരെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുല്ലൊക്കെ പറിച്ച് അതിൻ്റെ അകത്ത് വെക്കുന്ന പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റേ ഉണ്ണീശോ പുല്ലില്ലേ, അത് രാവിലെ പോയി അവർ പറിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് പീസായിട്ട് കട്ട് ചെയ്ത് ബേസ് ബോർഡ് വെച്ചുണ്ടാക്കിയ അതുപോലെ എല്ലാം അങ്ങ് നിരത്തി കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിയായും ഏഡനും വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് ഈ ക്രിസ്മസ് ക്രിബ് വെക്കുമ്പം അതിൻ്റെ ഏരിയ എല്ലാം കുറച്ച് കല്ലൊക്കെ ഇട്ടൊന്നും ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം കുറേ കല്ല് പിറക്കണമെന്നും പറഞ്ഞ് താഴോട്ട് വിട്ടതാണ് അവർ രണ്ടും കുറേ കല്ലൊക്കെ പിറക്കിക്കൊണ്ട് വന്നു. പിന്നെ കുറച്ച് നമുക്ക് ഇങ്ങനെ അക്വേറിയത്തിൽ ഇടാനുള്ള കല്ല് കുറച്ച് നമ്മുടെ അവിടുത്തെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ഞങ്ങളെടുത്ത് അതിന് വഴി പോലെയൊക്കെ വെക്കാൻ സെറ്റ് ചെയ്തു. അതിപ്പോൾ വെക്കാനായിട്ട് സിയായും ഉണ്ട്, ഏടനുണ്ടായിരുന്നു. ഏടൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പോയി. പിന്നെ സിയ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അത് ഫുള്ള് വെക്കാനായിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഓരോന്നായിട്ട് ഇരുന്ന് അടുക്കുകയാണ് ചെയ്തത്. പിന്നെ അത് വഴി പോലെ വലിയ കല്ലെല്ലാം സൈഡിൽ കൂടെ വെച്ചിട്ട് നടുക്കൂടെ ചെറുതെല്ലാം ഇട്ട് വഴി പോലെ വെച്ചു. ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് വർത്തമാനമൊക്കെ പറഞ്ഞൊന്ന് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ജോബിൻ വന്നു. അപ്പോൾ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്ത് ബാക്കി ഞങ്ങൾ കല്ലിൻ്റെ അടിയിൽ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയിലാണ് ഈ വഴി പോലെ എല്ലാം ചെയ്തത്, സെറ്റാക്കിയത്. അങ്ങനെ ആ പരിപാടിയൊക്കെ വഴി പോലെ എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു. ഇത്രയും ഗ്യാപ്പിൽ ട്രീയുടെ അടുത്ത് വെച്ച് ചെയ്യാൻ ആദ്യം പുറത്ത് ചെയ്യാനാണ് നോക്കിയിരുന്നത്, പക്ഷെ അത് പറ്റിയില്ല. അപ്പോഴത്തേന് പിന്നെ പുറത്ത് ചെയ്യണമെങ്കിൽ ആ ഹൈറ്റിലൊക്കെ വെച്ച് ചെയ്യേണ്ടതുകൊണ്ട് അവിടെ ചെയ്യാതെ ഞങ്ങളകത്ത് തന്നെ ടേബിളിൻ്റെ മണ്ടയിലാണ് അത് ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് ഒരു പുല്ലിൻ്റെ ഇത് വരാനായിട്ട് പുറത്ത് ചെടിയുടെ ഇതാണ് ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നത്. പിന്നെ അതെല്ലാം പറിച്ചു. ബാക്കി ഏരിയയിലെല്ലാം ആ പുല്ലിങ്ങനെ നിരത്തി, പുല്ല് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ചു. പിന്നെ ഓരോരുത്തരെയായിട്ട് അവിടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. വലിയ പാടൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഇതിന് എനിക്കൊരു പണിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അക്സിബായ റിസോർട്ടും കൂടെയാണ് ഫുള്ള് ചെയ്തത്. അവർ രണ്ടും കൂടെ ഫുള്ള് ഫില്ല് ചെയ്തു. രാവിലെ ആയപ്പോഴത്തേനും അത് റെഡി ആയിട്ടിരിക്കുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോന്നായിട്ടൊക്കെ അവിടെ ഇവിടെ ഓരോരുത്തരൊക്കെ വെച്ച്, പിന്നെ അതിൻ്റെ മണ്ടേ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണമായിരുന്നു. അത് പിന്നെ ലൈറ്റ് ഇടുന്നൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല, ഇത്രേ എടുത്തുള്ളൂ. ഇതൊരു ക്രിസ്മസിന് ഒരു 4 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്, പക്ഷേ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം ഇപ്പോഴാണ് അതിന് വോയിസ് ഓവർ കൊടുത്തിടാമെന്ന് വെച്ചപ്പോഴത്തേന് ക്രിസ്മസ് കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാം വെച്ചു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ പുൽക്കൂട്. അപ്പം ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു ചെറിയ വീഡിയോ കേട്ടോ, കുറച്ച് നേരത്തിന് മാത്രമുള്ളായിരുന്നു. കാരണം വലിയ ഉണ്ടാക്കുന്ന പ്രീവിയസ് കുറച്ച് വീഡിയോ ഞാൻ ഓൾറെഡി ആദ്യം ബേസ് ബോർഡ് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് പകുതി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പം ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ പുൽക്കൂട്. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.